ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഡീനിയം ചെടികൾ എപ്പോഴൊക്കെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അഡീനിയം ചെടികളുടെ കോഡക്സ് ഇതുപോലെ വലുതാവുകയും ചട്ടിയിലധികം സ്പേസ് ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത സൈസ് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കേണ്ടി വരും. ഈ ചട്ടിയിൽ ഇപ്പോൾ നമുക്ക് വളമിടാനോ ഒന്നിനും സ്പേസ് വളരെ കുറവാണ്. ഇനി അടുത്ത ചട്ടി നോക്കാം നമുക്ക്. ഇതിൽ വേരുകൾ മുഴുവൻ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ വേരുകൾ പുറത്തു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇതുപോലെ വരുമ്പോഴും നമുക്ക് ഇതിൻ്റെ അടുത്ത സൈസ് ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കേണ്ടി വരും. അടുത്തതായി നമുക്ക് റിപ്പോർട്ടിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇത് 9 വർഷം പ്രായമായ ചെടിയാണ്. ഇതിൻ്റെ കോഡക്സൊക്കെ നന്നായിട്ട് വലുതായിട്ടുണ്ട്. കോഡക്സ് വലുതാകുന്നതനുസരിച്ച് ചട്ടി മാറ്റി മാറ്റി കൊടുത്തിരുന്നു. അഡീനിയം ചെടികൾ വർഷത്തിലൊരിക്കലോ 2 വർഷം കൂടുമ്പോഴോ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഈ ചെടിയെ ചട്ടിയിൽ നിന്നും ഇനി മാറ്റിയെടുക്കണം. ഇതിൽ നിറയെ വേരുകളാണ്. ഇതിനായി ചട്ടിയുടെ അരികുവശത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. കമ്പോ കത്തിയോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്കതിനെ ഇളക്കിയെടുക്കാം. ഇളക്കിയെടുക്കുമ്പോൾ ഇതിൻ്റെ കോഡക്സിലൊന്നും മുറിവ് പറ്റാതെ നോക്കണം. ഈ ചെടി അത്യാവശ്യം വലിയ ചെടിയാണ് കേട്ടോ. ഇതിന് പറിച്ചെടുക്കാനായിട്ട് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഇത് ഒരാളും കൂടി സഹായിച്ചിട്ടാണ്, 2 ആൾ കൂടിയാണ് പറിച്ചെടുത്തത്. അടുത്തതായിട്ട് ചെടിയിലെ മണ്ണ് മുഴുവനായിട്ടും മാറ്റിയെടുക്കണം. അപ്പോൾ കുറേശ്ശെയായിട്ട് ഇതിൻ്റെ മണ്ണ് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരുവിധം മണ്ണൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. അപ്പോൾ അത് പൈപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഇടയിലുള്ള മണ്ണൊക്കെ നന്നായി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ചെയ്യാനുള്ളത് കുറച്ച് സാഫ് കലക്കി വെള്ളത്തിൽ ഇതിനെ കുറച്ച് നേരം മുക്കി വയ്ക്കണം. ഫംഗൽ ഇൻഫെക്ഷനൊന്നും വരാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് കലക്കിയ വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വയ്ക്കാം. ഒരു 10 മിനിറ്റൊക്കെ മുക്കി വെച്ചാൽ മതിയാവും. 10 മിനിറ്റിന് ശേഷം ഇതിനെ എടുത്ത് ഒന്ന് ഡ്രൈ ആവാൻ വയ്ക്കാം. ഇപ്പം ഈ ചെടികളുടെ വെള്ളമൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട്. ഈ കോഡക്സിലുള്ള ചെറിയ ചെറിയ വേരുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. അങ്ങനെ ചെയ്താലേ കോഡക്സ് നല്ല ഭംഗി ഉണ്ടാവൂ. ഇതിനായി നല്ല മൂർച്ചയുള്ള ബ്ലേഡോ കത്തിയോ ഉപയോഗിച്ച് ഇതിൻ്റെ മുകളിലുള്ള വേര് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കോഡക്സിലുള്ള ചെറിയ വേരുകളൊക്കെ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ വേരുകൾ മുറിച്ചെടുത്ത ഭാഗങ്ങളിലെല്ലാം സാഫ് തേച്ച് കൊടുക്കണം. ഇതിനായി സാഫ് കുറച്ച് വെള്ളത്തിൽ കലക്കി പേസ്റ്റാക്കിയിട്ട് ഈ ഭാഗങ്ങളിൽ തേച്ച് കൊടുക്കാം. ഈ മുറിച്ചെടുത്ത എല്ലാ സ്ഥലങ്ങളിലും സാഫ് നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഇതിലൂടെ ഫംഗസ് ഒന്നും വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആവാൻ വയ്ക്കണം. ചെടി നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം റിപ്പോർട്ട് ചെയ്താൽ മതി. ഇനി ഒരു 4 ദിവസം കഴിഞ്ഞിട്ട് ചെടിയെ റിപ്പോർട്ട് ചെയ്യാം. ഒരാഴ്ച കഴിഞ്ഞാലും 2 ആഴ്ച കഴിഞ്ഞാലും റിപ്പോർട്ട് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. ചെടിക്ക് കേടൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഞാൻ ഇത്തരം ചെടികളിൽ സാഫ് തേച്ച് വച്ചിട്ടുണ്ട്. ഇനി ഇത് തണലിലേക്ക് മാറ്റി വയ്ക്കണം. തണലിലേക്ക് മാറ്റി വെച്ച ചെടികളെ 4 ദിവസത്തിന് ശേഷം റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. പോട്ടി മിക്സായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മണ്ണ്, കമ്പോസ്റ്റ്, മണൽ എന്നിവയാണ്. വെള്ളം പെട്ടെന്ന് വാർന്നു പോകുന്ന പോട്ടി മിക്സായിരിക്കണം അഡീനിയം ചെടികൾക്ക് അനുയോജ്യമായത്. വേപ്പിൻ പിണ്ണാക്ക് ഉണ്ടെങ്കിൽ കുറച്ച് അത് പൊടിച്ചിടുന്നത് നല്ലതാണ്. കീടബാധയൊന്നും ഇല്ലാതിരിക്കാൻ വളരെ നല്ലതാണ്. ഇവ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. മണ്ണ് മിക്സ് ചെയ്തതിന് ശേഷം നല്ല ഹോളുള്ള ഒരു ചട്ടി വേണം അഡീനിയം ചെടികൾക്ക് എടുക്കാനായിട്ട്. വെള്ളമൊട്ടും കെട്ടി നിൽക്കാത്ത രീതിയിലായിരിക്കണം പോട്ടി മിക്സ്. ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ കല്ലുകളോ ഓട്ടും കഷ്ണങ്ങളോ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് തെർമോക്കോളിൻ്റെ പീസുകളാണ്. അത് ചട്ടി എടുത്ത് പൊക്കാനായിട്ട് വെയിറ്റ് കൂടുതലുള്ളത് കാരണമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി മിക്സ് ചെയ്ത മണ്ണ് കുറേശ്ശെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചട്ടിയിൽ പകുതിയിൽ താഴെയായിട്ട് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെടിയെ ചട്ടിയിലേക്ക് എടുത്ത് വയ്ക്കാം.
അഡീനിയം ചെടികൾ നടുമ്പോൾ ഇതിൻ്റെ കോഡക്സ് അധികം മണ്ണിലേക്ക് ഇറക്കി വയ്ക്കില്ല. കോഡക്സ് എപ്പോഴും മുകളിൽ ഇരിക്കുന്നത് കാണാനാണ് ഭംഗി. ഇപ്പോൾ ചെടിയെ ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ചെടി അധികം താഴ്ത്തി വയ്ക്കാത്തത് കൊണ്ട് ഇത് മറിഞ്ഞു വീഴാൻ സാധ്യത കൂടുതലാണ്. ഇതിനായി ചെരിവ് കൂടുതലുള്ള ഭാഗത്ത് കല്ലോ ചിരട്ടയോ എന്തെങ്കിലും സപ്പോർട്ടിനായി വെച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം പോട്ടി മിക്സ് നന്നായിട്ട് നിറച്ച് കൊടുക്കാം. ഇതിൽ വേറെ വളങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ കമ്പോസ്റ്റ് മാത്രമേ ഇതിൽ ഇട്ടിട്ടുള്ളൂ. ചെടി വേര് പിടിച്ചതിന് ശേഷം എല്ലുപൊടിയോ ചാണകപ്പൊടിയോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ നന്നായിട്ട് പോട്ടി മിക്സ് നിറച്ച് ഇട്ടിട്ടുണ്ട്. പോട്ടി മിക്സ് നിറച്ചതിന് ശേഷം ഇതിന് കുറച്ച് സാഫ് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇതിനായി ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് സാഫ് ഇട്ട് നന്നായി കലക്കിയെടുക്കാം. സാഫ് കലക്കിയ വെള്ളം റീപോട്ട് ചെയ്ത എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചട്ടി മുഴുവനായും ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം ചട്ടിയുടെ അടിയിലൂടെ വെള്ളം വാർന്നു പോകുന്നുണ്ടോയെന്ന് ഉറപ്പ് വരുത്തണം. ഒരു കാരണവശാലും ചട്ടിയിൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കോഡക്സിന് ചീച്ചൽ സംഭവിക്കാൻ സാധ്യത കൂടുതലാണ്. ഇതിന് ശേഷം 4 ദിവസം കഴിഞ്ഞ് പിന്നീട് വെള്ളം ഒഴിക്കാവുന്നതാണ്. മണ്ണ് ഡ്രൈ ആയിട്ടുണ്ടോയെന്ന് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. റീപോട്ടിങ്ങിന് ശേഷം ചെടിയെ 5 ദിവസം ഷെയ്ഡിൽ വയ്ക്കാവുന്നതാണ്. പിന്നീട് വെയിലത്തേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. പിന്നെ മണ്ണ് ഡ്രൈ ആയതിനു ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അഡീനിയം ചെടികളുടെ റീപോട്ടിങ്ങിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.